ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 4-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ബാറക്ക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് കേട്ട സിസേറ തൻ്റെ പക്ഷത്തുള്ളവരോടൊപ്പം എത്ര രഥങ്ങളെയാണ് ഒന്നിച്ചു കൂട്ടിയത്? ഉത്തരം 900. രണ്ടാമത്തെ ചോദ്യം: ബാറക്കിനെ നയിക്കുന്നത് ആരെന്നാണ് ദബോറ പറയുന്നത്? ഉത്തരം കർത്താവ്. മൂന്നാമത്തെ ചോദ്യം: കർത്താവ് തന്നോട് കൂടെയുണ്ടെന്നറിഞ്ഞ ബാറക്ക് എത്ര പേരെയും കൂട്ടിയാണ് താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങിയത്? ഉത്തരം 10,000 പേരെ. നാലാമത്തെ ചോദ്യം: കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുന്നിൽ വച്ച് എങ്ങനെ ചിതറിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം വാൾമുനയാൽ. അഞ്ചാമത്തെ ചോദ്യം: ബാറക്കുമായുള്ള യുദ്ധത്തിൽ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തത് ആര്? ഉത്തരം സിസേറ. ആറാമത്തെ ചോദ്യം: സിസേറയുമായുള്ള യുദ്ധത്തിൽ രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തത് ആര്? ഉത്തരം ബാറക്ക്. ഏഴാമത്തെ ചോദ്യം: കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ആര്? ഉത്തരം ജായേൽ. എട്ടാമത്തെ ചോദ്യം: ജായേലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചതാര്? ഉത്തരം സിസേറ. ഒൻപതാമത്തെ ചോദ്യം: കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നത് ആരാണ്? ഉത്തരം ഹസോർ രാജാവായ യാബീൻ. പത്താമത്തെ ചോദ്യം: പ്രഭോ, എന്നോട് കൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ജായേലിൻ്റെ. 11ാമത്തെ ചോദ്യം: ജായേലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ച സിസേറയെ ജായേൽ മൂടിയതെന്തുകൊണ്ട്? ഉത്തരം ഒരു കരിമ്പടം കൊണ്ട്. 12ാമത്തെ ചോദ്യം: സിസേറ ജായേലിനോട് ചോദിച്ചതെന്താണ്? ഉത്തരം വെള്ളം. 13ാമത്തെ ചോദ്യം: കുടിക്കാൻ വെള്ളം ചോദിച്ച സിസേറയ്ക്ക് ജായേൽ കൊടുത്തതെന്താണ്? ഉത്തരം പാൽ. 14ാമത്തെ ചോദ്യം: ഇവിടെ ആരുമില്ലെന്ന് കൂടാരവാതിൽക്കൽ നിന്ന് പറയാൻ സിസേറ ആവശ്യപ്പെട്ടത് ആരോടാണ്? ഉത്തരം ജായേലിനോട്. 15ാമത്തെ ചോദ്യം: സേനാപതി സിസേറയെ കൊന്ന വനിത ആരാണ്? ഉത്തരം ജായേൽ. 16ാമത്തെ ചോദ്യം: സേനാധിപതിയായ സിസേറയെ കൊല്ലാൻ ജായേൽ ഉപയോഗിച്ച ആയുധങ്ങൾ എന്തൊക്കെ? ഉത്തരം ഒരു മരയാണിയും ചുറ്റികയും. 17ാമത്തെ ചോദ്യം: സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടതാര്? ഉത്തരം ബാറക്ക്. 18ാമത്തെ ചോദ്യം: ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ രാജാവ് ആര്? ഉത്തരം യാബീൻ. 19ാമത്തെ ചോദ്യം: കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്നതാരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. ന്യായാധിപന്മാർ 5-ാം അധ്യായം 1 മുതൽ
20 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.